ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ലവ് മാരേജ് എന്ന് പറഞ്ഞ പടത്തിലത്തെ വീണ്ടും പിറന്തേനം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ആപ്പ് ജയ്സെ കോയി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങുന്നത് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നെറ്റ്ഫ്ലിക്സിലൂടെയാണ് പടം പുറത്തിറങ്ങുക. പിന്നെ കാട്ടി എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ജൂലൈ 11 പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ തമിഴ്നാട്ടിലുള്ള തിയേറ്ററുകൾ റിലീസിന് എടുത്തിട്ടുള്ള തിങ്ക് സ്റ്റുഡിയോസ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി വാർ 2 എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 11 റിലീസ് ആകുമ്പോൾ ഇതിന്റെ തമിഴ്നാട് തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് തിങ്ക് സ്റ്റുഡിയോസ് ആണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മഹേശ്വരൻ ദേവദാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിന്റെ പ്രൊഡക്ഷൻ നമ്പർ 1 ഫസ്റ്റ് ലുക്ക് വരാൻ പോവാണ്. അത് ഇന്ന് 5 മണിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ടാംസ് കൺസൾട്ടൻസി പ്രൊഡക്ഷൻസിന്റെ പ്രൊഡക്ഷൻ നമ്പർ 1 ടൈറ്റിൽ ലുക്ക് ജൂൺ 26 എന്ന് വെച്ചാൽ നാളെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എപ്പോഴും ടൈം എന്നുള്ള അറിയിച്ചിട്ടില്ല. അതേമാതിരി MG സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിന്റെ അടുത്ത പടത്തിന്റെ അനൗൺസ്മെന്റ് അത് 26 എന്ന് വെച്ചാൽ നാളെ 4:44 അറിയിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് 3 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പറന്തു പോകുന്ന പറഞ്ഞ പടത്തിലത്തെ കഷ്ടം വന്താന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ധീരൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ തമിഴ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ജയ് ബഗലാമുഖി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ പറന്തു പോകുന്ന പറഞ്ഞ പടത്തിന്റെ 10 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ മാർഗം എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ മൂവി ബഫിൽ ഇതിന്റെ സ്നീക്ക് പീക്ക് പുറത്തിറങ്ങാൻ പോവാണ് ഇന്ന് 6 മണിക്ക്. അപ്പോൾ അത് പടത്തിന്റെ ഫസ്റ്റ് 6 മിനിറ്റ് എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് കണ്ടന്നെ അറിയണം. പിന്നെ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ റൈഡ് 2 എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്ഫ്ലിക്സിലൂടെ ജൂൺ 26 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. എന്നുവെച്ചാൽ നാളെ പുറത്തിറങ്ങുന്നത്. പിന്നെ അൽത്തസലീമും ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഹാപ്പി ടു ഷെയർ ദ സ്ക്രീൻ ആഫ്റ്റർ ഏജസ് ദ ഒറിജിനൽ ബോയ് നെക്സ്റ്റ് ഡോർ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നീമ്പോളി അഖിൽ സത്യം പടത്തിൽ ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ടുള്ളൊരു സ്റ്റോറിയാണ് സംഭവം. പിന്നെ ദ ഫാമിലി മാൻ എന്ന് പറഞ്ഞിട്ട് സീരീസ് പുറത്തിറങ്ങിയത് ആമസോൺ പ്രൈമിലൂടെ. അപ്പോൾ അത് വീണ്ടും തിരിച്ചുവരാൻ പോകണം അടുത്ത പുതിയ സീസണുമായിട്ട്. അപ്പോൾ ദ ഫാമിലി മാൻ റിട്ടേൺസ് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ 3 BHK എന്ന് പറഞ്ഞിട്ടുള്ള ജൂലൈ 4 പുറത്തിറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ 10 days to go പോസ്റ്റർ വന്നു. പിന്നെ പടം കർണാടകയിൽ റിലീസിന് എത്തിക്കുന്നത് KRG സ്റ്റുഡിയോസ് ആണ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ തമിഴിലുള്ള ട്രെയിലറും അതേമാതിരി ഓടിയും അത് 26 പുറത്തിറക്കുന്നത് അറിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നാളെ പുറത്തിറക്കുന്നത്. ടൈം ഒന്നും അറിയിച്ചിട്ടില്ല. മിക്കവാറും ലോഞ്ച് ഇവന്റ് ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ജിങ്ക്ച എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും പുറത്തിറങ്ങി. പിന്നെ പടത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് ജൂലൈ 4 ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ലീക്ക് ആയിട്ടുണ്ട് HD പ്രിന്റ് തന്നെ. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഖലീഫ എന്ന് പറഞ്ഞിട്ടുള്ള പടം പൃഥ്വിരാജിന്റെ ഇനി റിലീസിന് എത്താൻ പോകുന്ന ഒരു പടമാണ്, അല്ലെങ്കിൽ ഷൂട്ട് തുടങ്ങാൻ പോകുന്ന ഒരു പടമാണ്. വൈശാഖാണ് ഇവിടെ എടുക്കുന്നത്. എന്തായാലും ഈ പടത്തിൽ നായിക എത്താൻ പോകുന്നത് കൃതി ഷെട്ടി ആയിരിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. പിന്നെ സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജിന്റെ അടുത്തായിട്ട് വരാൻ പോകുന്ന പടം വെച്ചാൽ ഷൂട്ട് തുടങ്ങാൻ പോകുന്ന ഈ പടത്തിന്റെയാണ്. വിപിൻ ദാസ് എടുക്കുന്ന പടത്തിന്റെ. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഞാൻ പറഞ്ഞ മാതിരി സെപ്റ്റംബറിലൊക്കെ ആയിട്ട് തുടങ്ങും എന്നുള്ളതാണ് കേട്ടത്. എന്തായാലും ഏപ്രിൽ ടൈമിലൊക്കെ ആയിട്ടായിരിക്കും പടത്തിന്റെ റിലീസ് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം 90 ദിവസത്തിന് മുകളിലേക്ക് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ 90 ദിവസം ഉണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട്. ഏകദേശം 3 മാസം. അപ്പോൾ വലിയ പടമാണോ വരുന്നത് എന്നുള്ള ഒരു സംശയമുണ്ട് ഇത്ര ദിവസം എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു മെയിൻ അപ്ഡേറ്റ് ജൂലൈ 4 എന്നുള്ള മുന്നേ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നെങ്കിൽ മോഹൻലാലിന്റെ ജോയിനിങ് ആയിരിക്കും ആ ദിവസം എന്നുള്ളത് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ആയിരിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. മിക്കവാറും മോഹൻലാലിന്റെ ജോയിനിങ് ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ MMN എന്ന് വെച്ചാൽ മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ പടം ഈ പടത്തിന്റെ ഷൂട്ടിംഗ് എടപ്പാൾ വെച്ച് നടക്കാൻ പോവാണ്. 26 ഷൂട്ട് തുടങ്ങുക എന്നുള്ളതാണ് കേട്ടത്. എന്തായാലും ഒരു 4-5 ദിവസത്തെ ഷൂട്ട് ഉണ്ടാവും ഇവിടെ. കഴിഞ്ഞാൽ ഇവിടുത്തെ പോർഷൻസ് കംപ്ലീറ്റ് ആവും. മോഹൻലാലും കുഞ്ചാക്കോബിനൊക്കെ തന്നെ ആയിരിക്കും ഇവിടുത്തെ ഷൂട്ടിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാം എന്താ നടക്കാൻ പോകുന്നത്. പിന്നെ പടത്തിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്ന പാട്രിയോട്ട് എന്നുള്ള രീതിയിലാണ്. അതിപ്പോൾ ഏകദേശം കൺഫേം ആയി, അല്ലെങ്കിൽ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് മോഹൻലാലിനെ. പിന്നെ കൂലി എന്ന് പറഞ്ഞ പടത്തിലത്തെ ചിക്കറ്റ് വൈബ് അല്ലെങ്കിൽ ചിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് വീഡിയോ പുറത്തിറങ്ങുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് 6 മണിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് ഒരു ചെറിയ പ്രൊമോ വീഡിയോ പോലത്തെ സംഭവം ഇറക്കിയിട്ട് തന്നെയാണ് അത് അറിയിച്ചിട്ടുള്ളത്. പിന്നെ തലവതി വിജയുടെ ജനനായകൻ എന്ന് പറഞ്ഞോ ഈ പടത്തിന്റെ ഒരു ദറോർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലിംസൊക്കെ പുറത്തിറങ്ങിയിരുന്നു. അത് പറയാനല്ല വന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിലത്തെ തലവതി വിജയുടെ സാലറി എന്ന് പറയുന്നത് 275 കോടിയാണ്. ഇതിന് ശേഷം ഈ പടത്തിന്റെ പ്രോഫിറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡീല് ക്ലോസ് ആയതിന്റെ പൈസ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിജയ്ക്ക് വേണ്ടെന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് എടുത്തിരിക്കുന്നുള്ള കേൾക്കുന്നുണ്ട്. അതേമാതിരി സൺ TV ആണ് ഇതിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് എടുത്തിട്ടുള്ളതെന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും ഇത് രണ്ടും കൂടിയിട്ട് 176 കോടിക്കാണ് വിറ്റ് പോയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വലിയ തുകക്ക് തന്നെയാണ് വിറ്റ് പോയിട്ടുള്ളത്. എന്തായാലും പടം ഇപ്പോൾ തന്നെ സേഫ് ആണ്, കാരണം ഇതിലൂടെ തന്നെ എത്ര കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഓവർസീസ് റൈറ്റ്സ് 75-77 കോടിക്കൊക്കെ വിറ്റ് പോയിട്ടുള്ളതെന്നാണ് കേട്ടത്. എന്തായാലും അനിരുദ്ധാണ് പടത്തിൽ മ്യൂസിക് ചെയ്യുന്നത്. ഈ ദ റോർ എന്ന് പറഞ്ഞ ഗ്ലിംസിലേക്ക് അത്ര ആണ്ട് പറ്റിയിട്ടില്ല ആ മ്യൂസിക്. എന്തായാലും അനിരുദ്ധ് സർപ്രൈസ് ആയിട്ട് വിജയ് ഫാൻസിന് വേണ്ടിയിട്ടൊരു മശിപ്പ് പോലത്തെ പരിപാടിയാണെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും ആണെന്നുള്ള അറിയില്ല. അങ്ങനത്തെ ഒരു സംഭവം ഒരുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഗംഭീരമായി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് ക്ലൈമാക്സിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് കൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരും ബൈ.